ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് സെൻട്രൽ ഫുഡ് സേഫ്റ്റി ഓഫീസർ അതുപോലെ തന്നെ ടെക്നിക്കൽ ഓഫീസറിൻ്റെ രണ്ടാമത്തെ സെക്ഷനാണ്. അപ്പോൾ ഇതിൽ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ഫുഡ് സേഫ്റ്റി ഓഫീസറിൻ്റെ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ സിലബസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ദ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് ഈസ് ഫുഡ് സേഫ്റ്റി ഓഫീസർ? നമുക്കറിയാം സെൻട്രൽ ഗവൺമെൻറ്റിലും അതുപോലെ തന്നെ ഓരോ സ്റ്റേറ്റ് ഗവൺമെൻറ് അണ്ടറിലും ഫുഡ് സേഫ്റ്റി ഓഫീസർമാരുണ്ട്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും പ്രത്യേകത പറ്റിയിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സാധാരണയായിട്ട് നമ്മുടെ ഈ ഫുഡ് സേഫ്റ്റി ഓഫീസറിനെ നോട്ടിഫൈ ചെയ്യുന്നത് ഒന്നുകിൽ CEO അല്ലെങ്കിൽ ഫുഡ് സേഫ്റ്റി കമ്മീഷണർ ആയിരിക്കും. അപ്പോൾ CEO നോർമലി നോട്ടിഫൈ ചെയ്യുന്നത് സെൻട്രൽ ഫുഡ് സേഫ്റ്റി ഓഫീസർമാരെയും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഫുഡ് സേഫ്റ്റി ഓഫീസർമാരെ കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി ആണ് സാധാരണയായിട്ട് നോട്ടിഫൈ ചെയ്യുന്നത്. അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങളും ഉണ്ടാവാം. ഇറ്റ്സ് ഡിപ്പെൻസ്. അതുകൂടാതെ അവർക്ക് വേണ്ട പ്രത്യേക ക്വാളിഫിക്കേഷനെ പറ്റിയിട്ട് ഗൈഡ് ലൈൻസിൽ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ റീസെൻ്റ്ലി കുറച്ച് അഡീഷണൽ ക്വാളിഫിക്കേഷൻ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് അതിൽ MBBS അതുപോലെ തന്നെ BDSും അതുപോലെ തന്നെ BHMS BAMS പോലത്തെ കോഴ്സ് പഠിച്ച ആൾക്കാർക്ക് കൂടെ ഈ CFSO ആവാനുള്ള എലിജിബിലിറ്റി ഉണ്ട്. സ്റ്റേറ്റ് വൈസിലാണെങ്കിൽ അതിൽ കുറേ ഡിഫറൻസസ് ഉണ്ട്. ഓരോ സ്റ്റേറ്റ്സിലും അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഡിഫറെൻ്റ് ആണ്. പക്ഷേ സെൻട്രൽ ഫുഡ് സേഫ്റ്റി ഓഫീസറിൻ്റെ ഗൈഡ് ലൈൻസിൽ ചെറിയ വേരിയേഷൻസ് റീസെൻ്റ്ലി വന്നിട്ടുള്ളതാണ്. April 2 വന്നൊരു നോട്ടിഫിക്കേഷൻ പ്രകാരം. അതുകൂടാതെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് സാധാരണ സെൻട്രൽ ഫുഡ് സേഫ്റ്റി ഓഫീസറായിട്ട് നിയമിക്കുക. അതുപോലെ തന്നെ അവരുടെ കൃത്യമായിട്ടുള്ള ഫംഗ്ഷനിങ്ങിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഫുഡ് സേഫ്റ്റി ഓഫീസർമാരെ നിയമിച്ചിട്ടുള്ളത്. അതുകൂടാതെ ഈ ഫുഡ് സേഫ്റ്റി ഓഫീസർമാർ എന്ന് പറയുന്നത് ഒരു ടെമ്പററി പോസ്റ്റ് അല്ല, ഇറ്റ്സ് എ ഹോൾ ടൈം ഓഫീസർ പോസ്റ്റ് ആണ്. ബേസ്ഡ് ഓൺ ദ ക്വാളിഫിക്കേഷൻ ആണ് അവരതിനെ ഫിറ്റ്. ആ ഒരു ക്വാളിഫിക്കേഷൻ പ്രകാരം ഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ CEO അല്ലെങ്കിൽ കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റിയാണ് അവരെ നിയമിക്കുക. ഫുഡ് സേഫ്റ്റി ഓഫീസർമാരുടെ പവർ എന്നത് പറയുമ്പോൾ അവർക്ക് ഒരുപാട് റൈറ്റ്സ് ഉണ്ട്. അതിൽ മെയിനായിട്ട് ഈ ഫുഡ് സേഫ്റ്റി ഓഫീസർമാർ എന്നുള്ള ആ ഒരു പൊസിഷൻ എന്നുള്ളത് സാധാരണയായിട്ട് ഈ FSA ആക്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവരുടെ മെയിൻ റോൾ എന്ന് പറഞ്ഞാൽ FSA ആക്ട് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൂടാതെ FSAയുടെ ടു ഫേസ് ഓഫ് ദ ലെജിസ്ലേഷൻ ഓഫ് FSA, അതായത് FSAയുടെ ലെജിസ്ലേഷന്റെ ഒരു മുഖമുദ്ര കൂടിയാണ് ഈ ഫുഡ് സേഫ്റ്റി ഓഫീസർമാർ എന്ന് പറയുന്നത്. അതുകൂടാതെ ഈ ഫുഡ് സേഫ്റ്റി ഓഫീസർമാരാണ് ഡയറക്ട്ലി ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർമാരായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. ഈ ഫുഡ് അനലിസ്റ്റ്, ഡെസിഗ്നേറ്റഡ് ഓഫീസർ അതുപോലെ തന്നെ CEOമാർ ഡയറക്റ്റ് ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർമാരായിട്ട് ഇന്ററാക്ട് ചെയ്യില്ല. പക്ഷെ ഫുഡ് സേഫ്റ്റി ഓഫീസർമാരാണ് ഡയറക്ട്ലി ഇന്ററാക്ട് ചെയ്യുന്നത്. അതുകൂടാതെ ഈ ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർമാർക്ക് വേണ്ട കൃത്യമായ ഗൈഡ് ലൈൻസ് കൊടുക്കുക എന്നുള്ളത് കൂടെ ഈ FSOമാരുടെ ഒരു ചുമതലയാണ്. അതുകൂടാതെ കൺസ്യൂമേഴ്സിന് സേഫ് ആൻഡ് ന്യൂട്രീഷ്യസ് ഫുഡ് പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ എൻഷുർ സേഫ് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത്, അതുപോലെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുക, മാനുഫാക്ചർ ചെയ്യുക അല്ലെങ്കിൽ മാർക്കറ്റ് ചെയ്യുക, അതും അവരുടെ ഒരു അവരെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്നുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർമാർ അവരുടെ പ്രോസസ്സിങ് ഏരിയാസും അതുപോലെ തന്നെ അവരുടെ പ്രൊഡക്ഷൻസ് ഒക്കെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നുണ്ടോ മോണിറ്റർ ചെയ്യുക, കൃത്യമായി ഇൻസ്പെക്ഷൻ ചെയ്യുക, അതുപോലെ തന്നെ അഡൾട്ടറിനെ ഐഡന്റിഫൈ ചെയ്യുക. ആ പ്രൊസീജിയറിലൂടെ അതുപോലെ തന്നെ ഫുഡ് സേഫ്റ്റി ഓഫീസർമാർക്ക് ഏതെങ്കിലും ഒരു പ്രൊഡക്ട്സിൽ എന്തെങ്കിലും ഇഷ്യൂസ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് സീസ് ചെയ്യാനും അത് അനലൈസ് ചെയ്യാനും അവർക്കെതിരെ അനുയോജ്യമായ ഫൈൻ ഈടാക്കാനുള്ള അധികാരമുണ്ട്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് സീസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അവരുടെ മെയിൻ റോൾ എന്ന് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് റൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള എവിഡന്റ് ആയിട്ടുള്ള കംപ്ലൈന്റ് റൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള പ്രൊഡക്റ്റ് സീസ് ചെയ്യാനും അത് അനലൈസ് ചെയ്യാനുള്ള സിസ്റ്റമാറ്റിക് പ്രൊസീജിയർ ഉണ്ട്. അത് നമ്മൾ വരുന്ന സ്ലൈഡുകളിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അതുകൂടാതെ ഈ ഇൻസ്പെക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു കംപ്ലൈന്റ് ജസ്റ്റ് ചെക്ക് ചെയ്യാന്ന് മാത്രമല്ല, അത് കൃത്യമായിട്ടുള്ള പ്രോസസ്സ് അവർ ഫോളോ ചെയ്യുന്നുണ്ടോന്നും, അതുകൂടാതെ ഒരു എക്കണോമിക്കലി അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഫുഡ് സേഫ്റ്റി ഇക്കോ സിസ്റ്റം അവിടെ റീറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് കൂടെ
ചെക്ക് ചെയ്യുക എന്നുള്ളത് ഈ ഫുഡ് സേഫ്റ്റി ഇൻസ്പെക്ഷന്റെ ഭാഗമാണ്. അതായത് അവിടെ എല്ലാം കൃത്യമായിട്ട് ക്ലീൻ ആയിട്ട് അതിനുള്ളിൽ ആ ഒരു പ്രോസസ്സിങ് ഏരിയ മാത്രം ക്ലീൻ ചെയ്തിട്ട് അതിന്റെ വേസ്റ്റ് മൊത്തം പുറത്തേക്ക് തള്ളുക, അല്ലെങ്കിൽ അതിന്റെ സറൗണ്ടിങ് ഏരിയ ഡേർട്ടി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു വേസ്റ്റ് മൊത്തം ഒരു നാച്ചുറൽ സിസ്റ്റത്തിലേക്ക് റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ റിലീസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ നാച്ചുറൽ വാട്ടർ ബോഡീസിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ ഒരു ഫുഡ് പ്രോസസിങ് ഇൻഡസ്ട്രീസ് വർക്ക് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതിനെയാണ് സസ്റ്റൈനബിൾ ഫുഡ് സേഫ്റ്റി ഇക്കോസിസ്റ്റം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു കൃത്യമായിട്ടുള്ള പ്രോസസ്സിങ് ഉണ്ടാകുമ്പോൾ അതുകൊണ്ട് വേറെ ചുറ്റുപാടിലും അല്ലെങ്കിൽ എൻവയോൺമെന്റിലും അതുപോലെ തന്നെ ഇക്കണോമിക്കലിയും വേറെ ആൾക്കൊരു ഇഷ്യൂ ഉണ്ടാകാൻ പാടില്ല. അതാണ് ആ ഒരു എൻഷുറിങ് സസ്റ്റൈനബിൾ ഫുഡ് ഇക്കോസിസ്റ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്ത റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ സ്ട്രിക്റ്റ് എൻഫോഴ്സ്മെന്റ് ഓഫ് ആക്ട് കൂടിയാണ്. അതായത് ഈ FSA ആക്ട് സ്ട്രിക്റ്റ് ആയിട്ട് എൻഫോഴ്സ് ചെയ്യുക, കൃത്യമായിട്ട് എൻഫോഴ്സ് ചെയ്യുക എന്നുള്ളതാണ്. അത് FBOമാരെ അടിച്ചേൽപ്പിക്കുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. FBOമാർക്ക് കൃത്യമായിട്ട് ഗൈഡ് ലൈൻസ് കൊടുത്തിട്ട്, ഇപ്പോൾ ഏതെങ്കിലും ഒരു ചെറിയ ഇഷ്യൂസ് ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് കൊടുക്കുക. അവർക്ക് കൃത്യമായിട്ടുള്ള എല്ലാ ബിസിനസ് ഓപ്പറേറ്റർമാർക്കും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയണമെന്നില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈൻസും അവയർനെസ് ക്ലാസ്സൊക്കെ പ്രൊവൈഡ് ചെയ്യുക. ഒരു നിയമം അടിച്ചേൽപ്പിക്കുക എന്നതിലുപരി ആ നിയമം സിസ്റ്റമാറ്റിക്കലി ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസർമാരുടെ ചുമതല എന്നുള്ളത്. അത് ഇൻഡസ്ട്രിയൽ സ്കെയിലാണെങ്കിലും അതുപോലെ തന്നെ ഒരു കളക്റ്റീവ് ഫുഡ് സേഫ്റ്റി അത് ഇൻഡസ്ട്രിയിലും അതുപോലെ തന്നെ കൺസ്യൂമറിലും എത്തിക്കുക എന്നുള്ളതാണ് ഫുഡ് സേഫ്റ്റി ഓഫീസർമാരുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അതുകൂടാതെ പബ്ലിക് ഹെൽത്ത് അവയർനെസ് കൊടുക്കുക, അതുപോലെ തന്നെ ഫുഡ് എങ്ങനെ, അതായത് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ട് ഒരുപാട് ലെക്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുക. അത് കൺസ്യൂമേഴ്സിനാണെങ്കിലും സൊസൈറ്റിക്കാണെങ്കിലും സ്കൂളിലാണെങ്കിലും എല്ലാ ഏരിയസിലും, ഒരു പബ്ലിക് ഏരിയാസിൽ എല്ലാ സ്ഥലത്തും കൃത്യമായിട്ടുള്ള അവയർനെസ് ക്ലാസ് കൊടുക്കുക. സേഫ് ആൻഡ് ന്യൂട്രീഷ്യസ് ഫുഡ്സിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടുള്ള ക്ലാസ്സസ് കൊടുക്കുക. അതിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട് എല്ലാവർക്കും അവബോധം ഉണ്ടാക്കുക. അതൊക്കെയാണ് റെസ്പോൺസിബിലിറ്റി. അതായത് അതും ഫുഡ് സേഫ്റ്റി ഓഫീസർമാരുടെ റെസ്പോൺസിബിലിറ്റി കൂടിയാണ്. അതായത് റെഗുലേറ്ററി റെസ്പോൺസിബിലിറ്റി കൂടാതെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കൂടിയുണ്ട്. അതിൽ വരുന്നതാണ് ഈ അവയർനെസ് ക്ലാസ്സസ് ഒക്കെ. പിന്നെ ഈ ഫുഡ് സേഫ്റ്റി ഓഫീസർമാർക്ക് നമ്മുടെ ഈ ഫുഡ് ലോസ് ആൻഡ് റെഗുലേഷൻസിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ അവരുടെ റെസ്പോൺസിബിലിറ്റീസിനെ പറ്റി കൃത്യമായിട്ടുള്ളൊരു ധാരണ കൂടെ ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ റെസ്പോൺസിബിലിറ്റീസ് കൃത്യമായിട്ട് പറയണമെങ്കിൽ 4 കാറ്റഗറി ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. അതിലൊന്ന് പറയുന്നത് ഇൻസ്പെക്ഷൻ ആണ്. അതായത് രജിസ്റ്റേർഡ് അല്ലെങ്കിൽ ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു FSA ലൈസൻസ് അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഫുഡ് ബിസിനസ്സിന് നമ്മൾ കൃത്യമായിട്ട് അവരെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക, ഇൻസ്പെക്ഷൻ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ ആ ഇൻസ്പെക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ കംപ്ലൈൻസ് ആൻഡ് ഓഡിറ്റ് നടത്തുക, അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ നടത്തുക, അതുപോലെ തന്നെ ലാബിലിംഗ് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക. അതായത് ഓരോ പ്രൊഡക്ട്സ് ലാബിലിംഗ് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക, അതിന് ഡേറ്റ്സ് ചെക്ക് ചെയ്യുക. ഡേറ്റിലൊക്കെ ഒരുപാട് മാനിപ്പുലേഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ സ്ക്രൂട്ടിനി ഓഫ് ലാബിൽ ഓഫ് ഫുഡ് പ്രൊഡക്ട്സ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ ആസ് എ പാർട്ട് ഓഫ് ഇൻസ്പെക്ഷൻ. അപ്പോൾ അത് ഈ ലാബിലിംഗ് ചെക്ക് ചെയ്യുക എന്നുള്ളത് ഇൻസ്പെക്ഷന്റെ ഭാഗമായിട്ടുള്ളതാണ്. നെക്സ്റ്റ് വരുന്നത് സാമ്പിളിംഗ് പ്രൊസീജിയേഴ്സ് ആണ്. സാമ്പിളിംഗ് എന്നുള്ള പ്രോസസ്, അപ്പോൾ നമുക്ക് ഒരു എന്തെങ്കിലും ഇൻകംപ്ലൈൻസ് വന്നു കഴിഞ്ഞാൽ അതിനെ സാമ്പിളിംഗ് ചെയ്യാനും അത് സീസ് ചെയ്യാനുള്ള ഒരു അധികാരമുണ്ട് ഫുഡ് സേഫ്റ്റി ഓഫീസർമാർക്ക്. സോ സാമ്പിളിംഗ് ഓഫ് ഫുഡ് ഈസ് any other substrate or sampling of food safety surveillance and security studies survey studies has to be conducted by the food safety officer. അപ്പോൾ സാമ്പിളിംഗ് ചെയ്യാനും അതുപോലെ തന്നെ പിന്നെ ഫുഡ് സേഫ്റ്റി സർവൈലൻസ് നടത്താനുള്ളൊരു അധികാരമുണ്ട്. അത് സർവൈലൻസ് ഇൻ ദ സെൻസ് അതിൽ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. അതിൽ എന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വരുന്ന സ്ലൈഡുകളിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് ക്രിയേറ്റിംഗ് അവയർനെസ് ബൈ ട്രെയിനിങ് ആൻഡ് ഫെസിലിറ്റേറ്റിംഗ്
FBOs ആസ് വെൽ ആസ് കൺസ്യൂമേഴ്സ്. അതായത് ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർമാരെ മാത്രമല്ല കൺസ്യൂമേഴ്സിനും അവയർനെസ് കൊടുക്കുക. അപ്പോൾ ഒരു പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് പ്രൊഡക്ട്സും 3 hours കൺസ്യൂം ചെയ്യണമെന്നും അതിൽ കൂടുതൽ വെക്കാൻ പാടില്ല, അതിന് ഡേഞ്ചേഴ്സ് ഓൺ ടെമ്പറേച്ചർ എന്താണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്. ഇപ്പം നമ്മളൊരു ഭക്ഷണം വാങ്ങിച്ചിട്ട് 6-7 മണിക്കൂർ കഴിഞ്ഞിട്ട് അത് ചീത്തയെന്ന് പറഞ്ഞിട്ട് ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർമാരെ ഒരിക്കലും സമീപിച്ചിട്ട് കാര്യമില്ല. കാരണം അത് നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ടാണ് അത് സ്പോയിൽഡ് ആയത് എന്ന് വെച്ചിട്ട് പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്സ് ഇത്ര ടൈമിൽ കൺസ്യൂം ചെയ്യണമെന്നും അതിന്റെ റിസ്കിനെ പറ്റിയിട്ടൊക്കെ ഒരു അവയർനെസ്സും ബോധവൽക്കരണം കൺസ്യൂമേഴ്സിന് അതുപോലെ തന്നെ ആ പ്രോസസ്സ് ചെയ്യുന്ന ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർമാർക്കും കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ട്രെയിനിങ് ഓഫ് ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ ടു ഇംപ്ലിമെന്റ് ഫുഡ് സേഫ്റ്റി മാനേജ്മെന്റ് പ്ലാൻസ്, FSMS പ്ലാൻസ്, അതുപോലെ തന്നെ ജനറൽ അവയർനെസ് ഫോർ ദി കൺസ്യൂമേഴ്സ്, ഫെസിലിറ്റേറ്റ് FBO ആൻഡ് മുനിസിപ്പാലിറ്റീസ്, പഞ്ചായത്ത് ആൻഡ് പ്രിപ്പയർ ഫുഡ് സേഫ്റ്റി മാനേജ്മെന്റ് പ്ലാൻസ്. അതായത് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ഫുഡ് സേഫ്റ്റി എങ്ങനെ മാനേജ് ചെയ്യാന്നുള്ളതിനെ പറ്റിയുള്ള ഒരു പ്ലാൻസ് കൊടുക്കുക. അതുപോലെ തന്നെ ആക്ട് ആസ് എ മെമ്പർ ഓഫ് റാപ്പിഡ് റെസ്പോൺസ് ടീം. അതായത് ഈ റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ ഒരു മെമ്പർ കൂടിയാണ് ഫുഡ് സേഫ്റ്റി ഓഫീസർമാർ എന്നുള്ളത്. അതായത് ഒരു ഫുഡ് പോയ്സണിങ് എവിടെയെങ്കിലും ഐഡന്റിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എവിടുന്ന് വന്ന് ഏത് സോഴ്സാണ്, എന്തുകൊണ്ട് വന്നു, അത് കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടിയുള്ള ആക്ഷൻസ് എടുക്കുക. അതിനെയാണ് ആ ഒരു പ്രോസസ്സിനാണ് റാപ്പിഡ് റെസ്പോൺസ് ടീം എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് കൂടിയാണ് ഫുഡ് സേഫ്റ്റി ഓഫീസർമാർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ഡ്യൂട്ടീസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഫുഡ് സേഫ്റ്റി ഓഫീസർ. അതിൽ മെയിനായിട്ട് ഒരുപാട് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതിൽ വരുന്നത് ക്യാരി ഔട്ട് ഇൻസ്പെക്ഷൻ ഓഫ് ഓൾ എസ്റ്റാബ്ലിഷ്ഡ് വിത്തിൻ ദ ഏരിയ അസൈൻ ടു ഹിം. അതായത് ഓരോ ഫുഡ് സേഫ്റ്റി ഓഫീസർമാർക്കും അല്ലെങ്കിൽ ഓരോ ഫുഡ് സേഫ്റ്റി സർക്കിൾസ് ഉണ്ട്. അപ്പോൾ ആ ഒരു സർക്കിളിലുള്ള സ്ഥലങ്ങളിൽ ഉള്ള എല്ലാ ഫുഡ് എസ്റ്റാബ്ലിഷ്മെന്റ് അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനിൽ നമുക്ക് ഇൻസ്പെക്ഷൻ, ഫ്രീക്വന്റ് ആയിട്ടുള്ള ഒരു ഇൻസ്പെക്ഷൻ ചെയ്യുക എന്നുള്ളത്, അതായത് പീരിയോഡിക് ആയിട്ടുള്ള ഒരു ഇൻസ്പെക്ഷൻ ചെയ്യുക വിത്തിൻ ദാറ്റ് ഏരിയ. അതുകൂടാതെ സാമ്പിളിംഗ് ഓഫ് ആർട്ടിക്കിൾ ഫോർ എൻഫോഴ്സ്മെന്റ് ആൻഡ് സർവൈലൻസ്. ഇപ്പൊ റാൻഡംലി നമുക്ക് സാമ്പിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർമാർക്ക് എതിർക്കാനുള്ള അധികാരമില്ല. കാരണം സാമ്പിൾ അവരുടെ പ്രൊഡക്റ്റ് സേഫ് ആണെന്നുണ്ടെങ്കിൽ സാമ്പിളിങ് ചെയ്തതിൽ ഒരു പ്രശ്നം വരില്ല. അപ്പൊ സാമ്പിളിങ് ചെയ്യാനുള്ള ഒരു അധികാരം കൂടിയുണ്ട്. അതുപോലെ തന്നെ എൻഫോഴ്സ്മെന്റ് ഓഫ് സർവൈലൻസ് ആ സാമ്പിളിങ്ങിൽ എന്തെങ്കിലും പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ സർവൈലൻസ് ചെയ്യാൻ, അല്ലെങ്കിൽ അവിടെ ആ ഒരു ഫുഡ് പ്രിമൈസസിൽ ഫുഡ് ഉണ്ടാക്കുന്ന ഏരിയയിൽ മൊത്തം ഇൻസ്പെക്ഷൻ ചെയ്യാനും അവിടെ വേറെ പ്രോബ്ലം ഒന്നും ഇല്ലാന്ന് ഐഡന്റിഫൈ ചെയ്യാനും, അങ്ങനെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അവർക്ക് അതിനെതിരെയുള്ള ആക്ഷൻസ് എടുക്കാനുള്ള അധികാരം കൂടെ ഫുഡ് സേഫ്റ്റി ഓഫീസർമാർക്കുണ്ട്. പിന്നെ ലാബിൽ എക്സാമിൻ ചെയ്യാനുള്ള ഒരു റൈറ്റ് എന്ന് പറയുന്നത്, അപ്പോൾ ലാബിലുള്ള ഡേറ്റും ബാച്ച് നമ്പേഴ്സും ഇൻഗ്രീഡിയൻസും ബാക്കിയുള്ള അസിസ്റ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ, അലർജൻ ഇൻഫോർമേഷൻസും ബാക്കിയുള്ള ലാബിലും പ്രൊസീജിയറൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോയെന്ന് കൂടെ ഇൻസ്പെക്ട് ചെയ്യാനുള്ള അധികാരം ഫുഡ് സേഫ്റ്റി ഓഫീസർമാർക്കുണ്ട്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വരുന്നത് ഡ്യൂട്ടീസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഫുഡ് സേഫ്റ്റി ഓഫീസർ. അതിൽ വരുന്നത് FSO മസ്റ്റ് മെയിൻറ്റെയിൻ റെക്കോർഡ്സ് ഓഫ് ഓൾ ഇൻസ്പെക്ഷൻ. അതായത് ഈ ഇൻസ്പെക്ഷൻ ചെയ്തതിന്റെ എല്ലാ റെക്കോർഡ്സും കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുവാണെന്നുണ്ടെങ്കിൽ അത് ഏത് ദിവസം ഏത് ടൈമിൽ എവിടുന്ന് എടുത്ത റെക്കോർഡ്സ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ഡ്യൂട്ടി കൂടെ ഫുഡ് സേഫ്റ്റി ഓഫീസർമാർക്കുണ്ട്. അതുപോലെ തന്നെ ഡാറ്റാബേസ് ഓഫ് ഓൾ ഫുഡ് ബിസിനസ്, അതായത് ഒരു ഏരിയയിലുള്ള എത്ര ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർമാരുണ്ട്, അവരുടെ പ്രോസസ്സിങ് എത്രയാണ്, അവിടെ എപ്പോഴാണ് ലാസ്റ്റ് ഇൻസ്പെക്ഷൻ നടത്തിയത്, അതുമായിട്ട് റിലേറ്റഡ് എല്ലാ ഡീറ്റെയിൽസും ഫുഡ് സേഫ്റ്റി ഓഫീസർമാരുടെ കയ്യിൽ കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. അത് സിസ്റ്റമാറ്റിക്കലി മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ FSO ക്യാൻ റെക്കമെൻഡ് ഇഷ്യൂൻസ് ഫോർ ഇംപ്രൂവ്മെന്റ് നോട്ടീസ് ബൈ DEO to the FBO. അതായത് ഈ DEOമാർക്ക് ഡെസിഗ്നേറ്റഡ് ഓഫീസർമാർക്ക് ഒരു സജഷൻ അല്ലെങ്കിൽ ഒരു റെക്കമെൻഡേഷൻ കൊടുക്കാം. അതായത് എന്തെങ്കിലും ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് ഒരു നോട്ട്, ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം ഐഡന്റിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, സർവൈലൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇഷ്യൂ ഐഡന്റിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള അതിന് ആക്ഷൻ എടുക്കുന്നതിന് മുമ്പേ ഇനീഷ്യൽ ഒരു ഇംപ്രൂവ്മെന്റ് നോട്ടീസ് കൊടുക്കും. അതിലും ഇംപ്രൂവ് ചെയ്തിട്ടില്ലെങ്കിലാണ് അവർക്കെതിരായിട്ടുള്ള ആക്ഷൻ എടുക്കുക. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇംപ്രൂവ്മെന്റ് നോട്ടീസ് ഡയറക്ട്ലി FSO മാർക്ക് കൊടുക്കാൻ പറ്റില്ല. അത് കൊടുക്കുന്നത്
ഡെസിഗ്നേറ്റഡ് ഓഫീസർമാരായിരിക്കും. അപ്പോൾ ഡെസിഗ്നേറ്റഡ് ഓഫീസർമാർക്ക് അവർക്ക് ഇംപ്രൂവ്മെന്റ് നോട്ടീസ് കൊടുക്കണം എന്നുള്ള രീതിയിൽ ഒരു റെക്കമെൻഡേഷൻ ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് FSOമാർക്കുള്ള അധികാരമുണ്ട് ആസ് പെർ FSA ആക്ട് പ്രകാരം. പിന്നെ നെക്സ്റ്റ് വരുന്നത് സെർവ് ദി പ്രൊഹിബിഷൻ ഓർഡർ ഓൺ FBO ഓൺ ഇൻസ്ട്രക്ഷൻ ഓഫ് ദ കോർട്ട്. അതായത് ഒരു പ്രൊഹിബിഷൻ ഓർഡർ കൊടുക്കാനുള്ള ഒരു അധികാരം കൂടെ FSOമാർക്കുണ്ട്. അതായത് ഒരു കോർട്ടിന്റെ, അതായത് കോടതിയുടെ ഇൻസ്ട്രക്ഷൻ പ്രകാരം ഒരു ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർമാർക്ക് പ്രൊഹിബിഷൻ ഓർഡർ കൊടുക്കാനുള്ള ഒരു റൈറ്റ് കൂടെ, അല്ലെങ്കിൽ അത് FSOമാരുടെ ഒരു ഡ്യൂട്ടി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതുകൂടാതെ ഈ പ്രൊഹിബിഷൻ ഓർഡറിന്റെ ആ ഒരു പ്രോസസ്സ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ഫുഡ് സേഫ്റ്റി ഓഫീസർമാരിൽ നിന്നായിരിക്കും. അതുകൂടാതെ എമർജൻസി കേസ് വന്നു കഴിഞ്ഞാൽ ഫുഡ് സേഫ്റ്റി ഓഫീസർമാർക്ക് ഡയറക്ട്ലി പ്രൊഹിബിഷൻ ഓർഡർ കൊടുക്കാനുള്ള അധികാരമുണ്ട്. അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് ഇഷ്യൂ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന് വേണ്ട റെക്കമെൻഡേഷൻ കൊടുക്കുന്നത് FSOമാരായിരിക്കും. നമ്മുടെ FSOമാരേക്കും എമർജൻസി പ്രൊവിഷൻ ഓർഡർ കൊടുക്കുക. അത് ഇഫ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഡെസിഗ്നേറ്റഡ് ഓഫീസർമാരായിരിക്കും. അല്ലെങ്കിൽ ഡയറക്ട്ലി ഡെസിഗ്നേറ്റഡ് ഓഫീസർമാരായിരിക്കും പ്രൊഹിബിഷൻ ഓർഡർ കൊടുക്കുക. അപ്പോൾ ഇൻ കേസ് ഡെസിഗ്നേറ്റഡ് ഓഫീസർമാർക്ക് പ്രൊഹിബിഷൻ ഓർഡർ കൊടുക്കാനുള്ള ഒരു സിറ്റുവേഷൻ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഡെസിഗ്നേറ്റഡ് ഓഫീസർമാരുടെ ഇൻസ്ട്രക്ഷൻ പ്രകാരം എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത്, അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് അവരുടെ ഇൻസ്ട്രക്ഷൻ പ്രകാരം ഡയറക്ട്ലി എമർജൻസി പ്രൊഹിബിഷൻ ഓർഡർ കൊടുക്കാനുള്ള അധികാരം FSOമാർക്കുണ്ട്. അപ്പോൾ പ്രൊഹിബിഷൻ ഓർഡർ സാധാരണ കൊടുക്കുന്നത് ഡെസിഗ്നേറ്റഡ് ഓഫീസർമാരും, എമർജൻസി പ്രൊഹിബിഷൻ ഓർഡർ കൊടുക്കുന്നത് FSOമാരായിരിക്കും വിത്ത് ദ ഡയറക്ഷൻ ഓഫ് ഡെസിഗ്നേറ്റഡ് ഓഫീസർ. ഓക്കെ. അതുകൂടാതെ ഈ FSOമാർക്ക് ഇപ്പൊ ഏതെങ്കിലും ഒരു ഫുഡ് ഒരു ഏരിയ കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ചെക്ക് പോസ്റ്റ് കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ, ചെക്ക് പോസ്റ്റിൽ അവിടെ ഫുഡ് സേഫ്റ്റി ഓഫീസർമാരുണ്ടാവും. അവർക്ക് അതിവിടെ ഇൻസ്പെക്ട് ചെയ്യാനും അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് അൺസേഫ് ആയിട്ടുള്ള ഏതെങ്കിലും ഫുഡ് പ്രൊഡക്റ്റ് പാസ് ചെയ്യുന്നത് അവർ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാൻ, അത് സീസ് ചെയ്യാനുള്ള അധികാരം കൂടെ ഫുഡ് സേഫ്റ്റി ഓഫീസർമാർക്ക് ഉണ്ട്. പിന്നെ എന്താണ് FSOമാർക്ക് അതുപോലെ തന്നെ ഫുഡ് പോയ്സണിങ് ട്രാക്ക് ചെയ്യാനും, അതുപോലെ തന്നെ അതിന്റെ ആ ഒരു ഫുഡ് പോയ്സണിങ് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന്റെ റൂട്ട് മാപ്പ് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന്റെ സോഴ്സ് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന്റെ ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ഉണ്ടാക്കിയതിനു ശേഷം അത് ഡെസിഗ്നേറ്റഡ് ഓഫീസർമാർക്ക് സെൻഡ് ചെയ്യാനും, അതുപോലെ തന്നെ പിന്നെ അതിന് സെൻഡ് ചെയ്തിട്ട് അതിന് വേണ്ട കറക്റ്റീവ് ആക്ഷൻസ് എടുക്കാനുള്ള ഒരു അധികാരം കൂടെ പിന്നെ സെൻഡ് ചെയ്തിട്ട് അതിന് ശേഷം ഡെസിഗ്നേറ്റഡ് ഓഫീസർമാർ കറക്റ്റീവ് ആക്ഷൻസ് എടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു കേസസിൽ FSOമാർക്കും അതായത് ഫുഡ് സേഫ്റ്റി ഓഫീസർമാർക്കും ഡെസിഗ്നേറ്റഡ് ഓഫീസർമാർക്കും രണ്ടുപേർക്കും ഡെസിഗ്നേറ്റഡ് ഓഫീസറിന്റെ ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ അവരുടെ ഗൈഡ് ലൈൻസ് പ്രകാരമുള്ള പിന്നെ അസിസ്റ്റൻസോട് കൂടിയിട്ട് FSOമാർക്ക് ഡയറക്ട്ലി കറക്റ്റീവ് ആക്ഷൻ എടുക്കാൻ അല്ലെങ്കിൽ ഡെസിഗ്നേറ്റഡ് ഓഫീസർ വഴി കറക്റ്റീവ് ആക്ഷൻ എടുക്കാനുള്ള ഒരു പ്രൊവിഷൻ കൂടിയുണ്ട്. അതുകൂടാതെ FSOമാർ ഈ DOമാരുടെ പിന്നെ അതുകൂടാതെ ഈ കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി, ഒരു സ്റ്റേറ്റ് കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി അല്ലെങ്കിൽ ഡെസിഗ്നേറ്റഡ് ഓഫീസർമാരുടെ പിന്നെ ഡെസിഗ്നേറ്റഡ് ഓഫീസർമാർ അവരുടെ ഏതെങ്കിലും ഒരു ഡ്യൂട്ടീസ് അസൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഡ്യൂട്ടീസ് കൂടെ പെർഫോം ചെയ്യാനുള്ള അധികാരം FSOമാർക്കുണ്ട്. പിന്നെ അതർ റെസ്പോൺസിബിലിറ്റീസിൽ വരുന്നത് ഈ ഒരു പഞ്ചായത്തിൽ എല്ലാ ഇയേഴ്സിലും സേഫ്റ്റി പ്ലാൻസ് ഉണ്ടാക്കും, ഫുഡ് സേഫ്റ്റി പ്ലാൻസ് ഉണ്ടാക്കുന്നതാണ്. അപ്പൊ ആ ഒരു പ്ലാൻസ് ഉണ്ടാക്കാനുള്ള ഗൈഡ് ലൈൻസ് കൊടുക്കാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റീസ് കൂടെ ഫുഡ് സേഫ്റ്റി ഓഫീസർമാർക്കുണ്ട്. അതുകൂടാതെ പബ്ലിക്സിനും അതുപോലെ തന്നെ ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർമാർക്കും അവയർനെസ് കൊടുക്കാനുള്ള ഒരു പ്രൊവിഷൻസ് അല്ലെങ്കിൽ ഒരു റെസ്പോൺസിബിലിറ്റീസ് കൂടെ ഫുഡ് സേഫ്റ്റി ഓഫീസർമാർക്കുണ്ട്.
പിന്നെ ലയബിലിറ്റീസ് ഓഫ് ഫുഡ് സേഫ്റ്റി ഓഫീസർ ഇൻ സർട്ടൻ കേസസിൽ അതിൽ അക്കോർഡിംഗ് ടു സെക്ഷൻ FSI സെക്ഷൻ 39 പ്രകാരം ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസർമാർ റോങ് ആയിട്ട് ബിഹേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻ കേസ് ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു റീസൺ ഇല്ലാതെ ഏതെങ്കിലും ഒരു ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർമാർക്കെതിരെ ഈ ഇംപ്രൂവ്മെന്റ് നോട്ടീസ് ഒന്നും കൊടുക്കാണ്ട് ഇമ്മീഡിയറ്റ്ലി ഒരു റീസൺ ഇല്ലാതെ ഒരു ആക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ഒരു വിത്തൗട്ട് റീസൺസ് അല്ലെങ്കിൽ ഒരു വാലിഡ് ആയിട്ടുള്ള റീസൺ ഇല്ലാതെ പിന്നെ ഫുഡ് പ്രൊഡക്ട്സ് സീസ് ചെയ്യാന്നുണ്ടെങ്കിൽ അതൊരു ക്വാണ്ടിറ്റിയിൽ അധികമായിട്ട് ഫുഡ് പ്രൊഡക്റ്റ് സീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേഴ്സണെ ഹാം ചെയ്യുക അല്ലെങ്കിൽ അവർക്കെതിരെ ഒരു ആക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസർമാർക്കെതിരെ 1,00,000 രൂപ വരെ ഫൈൻ ചെയ്യാനുള്ള ഫൈൻ ഈടാക്കുന്നതാണ്. അതുകൂടാതെ ഈ ഫുഡ് സേഫ്റ്റി ഓഫീസർമാർക്കെതിരെ ഏതെങ്കിലും ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർമാർ ഒരു ഫോൾസ് അലിഗേഷൻസ് കാണിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ വർക്കിങ്ങിനെ അല്ലെങ്കിൽ ആ ഒരു ഡ്യൂട്ടീനെ തടസ്സപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ആ ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർമാർക്കെതിരെ 50,000 തൊട്ടിട്ട് 1,00,000 രൂപ വരെ. അത് ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർമാരാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേഴ്സൺസ് അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്കെതിരെ 50,000 തൊട്ടിട്ട് 1,00,000 രൂപ വരെ ഫൈൻ ഈടാക്കാവുന്നതാണ്. പിന്നെ ഈ സീഷർ പ്രൊസീജിയർ, അപ്പൊ അതിൽ വരുന്നത് പിന്നെ സീസ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രൊസീജിയറാണ് അണ്ടർ FSI. അപ്പൊ അതിൽ മെയിനായിട്ട് 2 സെക്ഷന്റെ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു പ്രൊസീജിയേഴ്സ് ഉള്ളത്. ഒന്ന് ഫുഡ് സേഫ്റ്റി FSI ആക്ട് പ്രകാരം അതിലത്തെ സെക്ഷൻ 38(1) പ്രകാരം ഫുഡ് സേഫ്റ്റി ഓഫീസർ ക്യാൻ സീസ് എനി ഫുഡ് ഐറ്റംസ് ദാറ്റ് അപ്പിയർ വയലേറ്റ് അല്ലെങ്കിൽ ഈ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് ആക്ട് ആൻഡ് റൂൾസ് പ്രകാരം ഈ ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ ഏതെങ്കിലും ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻ വയലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊഡക്ട്സ് സീസ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അത് സെക്ഷൻ 38 പ്രകാരമാണ്. അതുപോലെ തന്നെ അതിനുശേഷം സെക്ഷൻ 41(2) പ്രകാരം അക്കോർഡിംഗ് ടു ക്രിമിനൽ പ്രൊസീജിയർ കോഡ് follow the same seizure procedure as laid out by the criminal procedure code. അതായത് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് പ്രകാരമുള്ള ഒരു സിസ്റ്റമാറ്റിക് പ്രൊസീജിയർ ഉണ്ട് ഫുഡ് സീസ് ചെയ്യാന്നുള്ളതിന്. അവിടെ ആർക്കൊക്കെ എന്തൊക്കെ അധികാരമുണ്ട് ആ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതുണ്ട്. അതുകൂടാതെ ഹു ക്യാൻ ബി ടാർഗറ്റ്, അതായത് ഈ പിന്നെ ആരൊക്കെയാണ് ഈ സീഷർ അല്ലെങ്കിൽ സീസ് ഏതൊക്കെ ആൾക്കാരെയാണ് നമ്മൾ എവിടെ നിന്നൊക്കെ നമുക്ക് സീസ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ ഫുഡ് സേഫ്റ്റി ഓഫീസർ ക്യാൻ ടേക്ക് ആക്ഷൻ അഗെയിൻസ്റ്റ് ലൈസൻസ്ഡ് ഫുഡ് ബിസിനസ് അല്ലെങ്കിൽ അൺലൈസൻസ്ഡ് ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർമാരെ നിന്ന് നമുക്ക് പിന്നെ ഇത് സീസ് ചെയ്യാനുള്ള അധികാരമുണ്ട്. പിന്നെ അതിന്റെ പ്രൊസീജിയേഴ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസർമാർക്ക് സീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ദ ഫുഡ് ഐറ്റം ഈസ് ലുക്ക് അൺസേഫ് ഓർ അഡൾട്രേറ്റഡ് അല്ലെങ്കിൽ അൺസേഫ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ വയലേറ്റിംഗ് ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്, അപ്പോൾ അതിൻ്റെ ലാബിലിങ്ങിലൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ വയലേറ്റിംഗ് ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് ആണെങ്കിൽ ഈസ് ഫൗണ്ട് അണ്ടർ സസ്പീഷ്യസ് കണ്ടീഷൻ ദാറ്റ് സജസ്റ്റ് ആൻ ഒഫൻസ് മൈറ്റ് ഹാവ് ബി കമ്മിറ്റഡ്. ഇത്രയും കേസസിൽ സീസ് ചെയ്യാനുള്ള അധികാരമുണ്ട്. പിന്നെ സ്റ്റെപ്പ് ടു ബി ഫോളോഡ് ബൈ FSO ഡ്യൂറിങ് സീഷർ. അപ്പം ഏതൊക്കെയാണ് സ്റ്റെപ്സ് വരുന്നത്? ഫസ്റ്റ് സീസ് ദ ഫുഡ് ഐറ്റംസ്. അതിൽ ദ FSO ഹാസ് reasonable suspicion that they may seize and carry away the food items. അതിന് ആ ഒരു ഫുഡ് സീസ് ചെയ്യാനുള്ള ഒരു കൃത്യമായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പോൾ പിന്നെ ആ ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൂടാതെ they have to follow criminal procedure code rules and regulation during the സീസിങ്ങിന്റെ സമയത്ത് അത് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സീസ് ചെയ്യുന്ന സമയത്ത് ഡെസിഗ്നേറ്റഡ് ഓഫീസർമാരെ ഇൻഫോം ചെയ്യേണ്ടതായിട്ടുണ്ട്. ആഫ്റ്റർ ദ സീഷർ ദ FSO മസ്റ്റ് ഇൻഫോം ഡെസിഗ്നേറ്റഡ് ഓഫീസർ to inform the designated officer in writing about what was seized and why it was seized. എന്തുകൊണ്ട് സീസ് ചെയ്തു, എന്താണ് സീസ് ചെയ്തത്, and where and when the action
ടുക്ക് അതിനെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള രേഖകളും ഡീറ്റെയിൽസും ഡെസിഗ്നേറ്റഡ് ഓഫീസർമാർ ഇൻഫോം ചെയ്തിട്ടുണ്ട്. എപ്പോഴും സീസ് ചെയ്തു, പിന്നെ അതുപോലെ തന്നെ എവിടുന്ന് സീസ് ചെയ്തു, എന്താണ് സീസ് ചെയ്തത്, എന്ത് ആക്ഷനാണ് അതിനെതിരെ എടുത്തത് എന്നുള്ളതിനെ പറ്റിയിട്ട്. പിന്നെ സ്റ്റെപ്പ് ടു ബി ഫോളോഡ് ബൈ, അടുത്ത സ്റ്റെപ്പ് പറഞ്ഞാൽ പ്രോപ്പർ ഡോക്യുമെന്റേഷൻ ആവശ്യമായിട്ടുണ്ട്. റെസിപ്റ്റ് മസ്റ്റ് ബി ഇഷ്യൂഡ് ടു ദി പേഴ്സൺ. അത് സീസ് ചെയ്തതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റെസിപ്റ്റ് കൃത്യമായിട്ട് അവർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് ഒരു സാമ്പിളിംഗ് പ്രൊസീജിയേഴ്സ് ഉണ്ട്, ഒരു കൃത്യമായ സാമ്പിളിംഗ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ആ സാമ്പിളിംഗ് പ്രൊസീജിയർ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. എത്ര ml സാമ്പിൾ എടുക്കാം, അതുപോലെ തന്നെ അത് ഏത് ടെമ്പറേച്ചറിൽ സൂക്ഷിച്ച് വെക്കണം, അങ്ങനെ സ്പോയിൽഡ് ആയിട്ടുള്ള സാമ്പിളിൽ ഇപ്പം മിൽക്കിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫോർമാലിൻ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഒരു സാമ്പിളിംഗ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. സോ വി ഹാവ് ടു ഫോളോ ദ സിസ്റ്റമാറ്റിക് പ്രൊസീജിയേഴ്സ്. ആഫ്റ്റർ സാമ്പിളിംഗ് ഇമ്മീഡിയറ്റ്ലി ദേ ഹാവ് ടു സെൻഡ് ടു ദി ലബോറട്ടറി. ഓക്കെ, അക്രഡിറ്റഡ് ലബോറട്ടറിയിൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അവിടെ ഫുഡ് അനലിസ്റ്റിന് ഡയറക്ട്ലി ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ് ഫോർ ദി അനാലിസിസ്. സീസ്ഡ് ഫുഡ് മൈറ്റ് ബി ഹാൻഡിൽ വിത്ത് കെയർ ആൻഡ് ട്രാൻസ്പെറൻസി. അത് കൃത്യമായിട്ടുള്ളൊരു കെയറോടുകൂടി ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള പ്രൊസീജിയറാണ് സീസിങ്. പിന്നെ ഫുഡ് സേഫ്റ്റി സർവൈലൻസ് ആൻഡ് റീകോൾ പ്രൊസീജിയർ. അതിൽ സീസ് ചെയ്തതിന് ശേഷം ഡയറക്ട്ലി നമ്മൾ അൺടിൽ അൺലെസ് ആ റിസൾട്ട് വരുന്നവരെ ആ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഇല്ല. ഇഫ് ദർ ഇസ് എ സിസ്റ്റമാറ്റിക് വയലേഷൻ ഹാസ് ബീൻ ഡൺ, അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു വയലേഷൻ നടക്കുകയാണെന്ന് അതിന് ശേഷം അത് സെല്ല് ചെയ്യാനുള്ള പ്രൊവിഷൻ ഇല്ല. വാട്ട് ഈസ് ദി ഫുഡ് സേഫ്റ്റി സർവൈലൻസ്? ഫുഡ് സേഫ്റ്റി സർവൈലൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അപ്പോൾ ഫുഡ് സേഫ്റ്റി സർവൈലൻസ് ഈസ് ഡൺ ടു ചെക്ക് ഈ ഫുഡ് സേഫ്റ്റി റിസ്ക് എക്സിസ്റ്റ്. നിങ്ങൾ റിസ്ക് ഉണ്ടെങ്കിലാണ് സർവൈലൻസ് ചെയ്യുക. അണ്ടർസ്റ്റാൻഡ് ഹൗ സീരിയസ് ദ പ്രോബ്ലം, ആ ഒരു പ്രോബ്ലത്തിന് അല്ലെങ്കിൽ ആ ഒരു ഇഷ്യൂസിന്റെ സീരിയസ്നെസ് എത്ര, ദ ഇന്റൻസിറ്റി ഓഫ് ദ സീരിയസ്നെസ് ഓഫ് ദ പ്രോബ്ലം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ടേക്ക് ആക്ഷൻ ടു റിമൂവ് ഓർ reduce the risk to protect the consumer. If there any sign of food contamination, എന്തെങ്കിലും ഫുഡ് കണ്ടാമിനേഷന്റെ എന്തെങ്കിലും സൈൻ കാണുന്നുണ്ടെങ്കിൽ the food safety officer must be involved in the process. Food safety officer must have to take care the desirable actions. പിന്നെ സ്റ്റെപ്പ് 4 ഫുഡ് സേഫ്റ്റി സർവൈലൻസ്. അതിൽ ഉള്ള സ്റ്റെപ്സിൽ വരുന്ന ഫുഡ് സേഫ്റ്റി സർവൈലൻസിലുള്ള സ്റ്റെപ്പിൽ ഫസ്റ്റ് വരുന്നതാണ് ഒരു സർവൈലൻസ് പ്ലാൻസ് ഉണ്ടാക്കുക. മേക്ക് എ പ്ലാൻസ് ടു ക്രിയേറ്റ് ഫുഡ് സേഫ്റ്റി സർവൈലൻസ് പ്ലാൻ ആൻഡ് ചൂസ് സ്പെസിഫിക് ടൈപ്സ് ഓഫ് ഫുഡ്. അതിന് ശേഷം കളക്ട് സാമ്പിൾസ്, സാമ്പിളിംഗ് പ്രൊസീജിയർ ദേ ഹാവ് ടു ഫോളോ. സോ ഹൗ മെനി നമ്പർ ഓഫ് സാമ്പിൾ ഹാസ് ടു ബി ഡൺ ആൻഡ് ദാറ്റ് ആ സാമ്പിളിംഗ് പ്രൊസീജിയേഴ്സും അതുപോലെ തന്നെ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഷുഡ് ബി ഫോളോഡ്. The state should follow the systematic guidelines which is provided by the state food authority. അതുപോലെ തന്നെ ടെസ്റ്റ് ഇൻ ലാബ്, അതിന് വേണ്ടിയിട്ട് NABL അക്രഡിറ്റഡ്, FSA അക്രഡിറ്റഡ് ലബോറട്ടറിയിൽ ഫുഡ് അനലിസ്റ്റിന് വേണ്ടിയിട്ട് അയച്ചു കൊടുക്കുക വേണ്ടത്. അതുകൂടാതെ അപ്ലോഡ് റിപ്പോർട്ട്, അതിനുശേഷം അപ്ലോഡ് ദ ലാബ് അനാലിസിസ് റിപ്പോർട്ട് ടു ദ ഒഫീഷ്യൽ ഡാറ്റാബേസ്. അപ്പോൾ ആ ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസർമാർക്ക് നമ്മൾ ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസർമാർക്ക് ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർമാർക്ക് ഒരു റെസിപ്റ്റ് കൊടുക്കുന്നതാണ്. ആ റെസിപ്റ്റിലുള്ള നമ്പേഴ്സ് വെച്ചിട്ട് ആ റിപ്പോർട്ടിന്റെ ഡീറ്റെയിൽസിനെ പറ്റിയിട്ട് നമുക്ക് കൃത്യമായിട്ട് അന്വേഷിക്കാനും അതുകൂടാതെ പിന്നെ അതിനുവേണ്ട ഡിസൈറബിൾ ആക്ഷൻസ്, എന്ത് ആക്ഷൻസ് എടുക്കാനുള്ള പ്രൊവിഷൻ കൂടിയുണ്ട്. അതുപോലെ തന്നെ യൂസ് ഓഫ് ഡാറ്റ. സോ ദ ഡാറ്റ ഈസ് യൂസ്ഡ് ബൈ സ്റ്റേറ്റ് food authority and FSA to identify the hazard as well as assess the risk. Okay, പിന്നെ വാട്ട് വി ലേൺ ഫ്രം സർവൈലൻസ് നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റും? സോ എവിടെയാണ് കണ്ടാമിനേഷൻ നടന്നത്? ഇപ്പോൾ നമ്മളൊരു ഇഷ്യൂസ് ഐഡന്റിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എവിടെ കണ്ടാമിനേഷൻ വന്നു, അതുകൂടാതെ ഹൗ ഫുഡ് പ്രൊഡക്ഷൻ ക്യാൻ ഇംപ്രൂവ്, അവിടെ ഫുഡ് പ്രൊഡക്ഷൻ എങ്ങനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, ആൻഡ് ഏത് ബാക്ടീരിയ അല്ലെങ്കിൽ ഏത് പാത്തോജനാണ് അതിന് കാരണം. അതുപോലെ തന്നെ ഒരു കുറെ സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒരു ഇഷ്യൂസ് ഐഡന്റിഫൈ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോബ്ലത്തിന്റെ ട്രെൻഡ്സ് എന്താണ്, ട്രെൻഡ്സ് ഓഫ് ഡിസീസ് എന്താണ്. ഇപ്പൊ സാൽമണല്ല ഒരു സീരീസ് ഓഫ് സാൽമണല്ല ഇൻഫെക്ഷൻ വരുവാണെന്നുണ്ടെങ്കിൽ അതിനെല്ലാത്തിനും കോമൺ ആയിട്ടുള്ള കാരണം അത് ഐഡന്റിഫൈ ചെയ്യാനും ആ ഒരു ഫുഡ് ബോൺ ഡിസീസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആക്ഷൻസ് എടുക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു സർവൈലൻസിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ റീകോൾ പ്രൊസീജിയർ ആണ്. അപ്പോൾ റീകോൾ പ്രൊസീജിയർ മെയിനായിട്ട് FSA ആക്ട് സെക്ഷൻ 28 പ്രകാരം ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ ഫൈൻഡ് ഓർ ബിലീവ്സ് ദാറ്റ് എനി ഫുഡ്
they made, processed or distributed is unsafe or violate food laws, they must immediately withdraw the product from the market. അതായത് ഇപ്പോൾ ഈ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് ലോസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരം ഏതെങ്കിലും ഒരു ഫുഡ് പ്രൊഡക്ട്സ് അവരുടെ സ്റ്റാൻഡേർഡ്സുമായിട്ട് മീറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്ട്സിനെ ഇമ്മീഡിയറ്റ്ലി റീകോൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് മാർക്കറ്റിന് വിഡ്രോ അല്ലെങ്കിൽ റീകോൾ ചെയ്യേണ്ടത് ബേസ്ഡ് ഓൺ ദ ബാച്ച് നമ്പർ. അതുപോലെ തന്നെ അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള അതോറിറ്റീനെ ഇൻഫോം ചെയ്യുക. അതിൻ്റെ ആ ഒരു റിസ്കിന്റെ ഇന്റൻസിറ്റിനെ പറ്റിയിട്ടും എന്ത് ആക്ഷൻ അതിന് എഗെയിൻസ്റ്റ്, ഇപ്പം ആരെങ്കിലും ആ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരെ എന്ത് ആക്ഷൻ എടുക്കുക എന്നുള്ളതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് റീകോൾ പ്രൊസീജിയേഴ്സിലുള്ളത്. അതുപോലെ തന്നെ പ്രോസിക്യൂഷൻ സ്റ്റെപ്സ് ആണ് നെക്സ്റ്റ് പറയുന്നത്. അപ്പോൾ ആ പ്രോസിക്യൂഷൻ സാധാരണ ചെയ്യുന്നത് ഇപ്പം എന്തെങ്കിലും ഒരു വയലേഷൻസ് നടക്കുകയാണെന്നുണ്ടെങ്കിലാണ് സാധാരണയായിട്ട് അത് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സാമ്പിള്, അതിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇൻസ്പെക്ട് ആൻഡ് സാമ്പിൾ കളക്ഷൻ. അതിൽ ഫുഡ് സേഫ്റ്റി ഓഫീസർമാർ ആണ് സാധാരണയായിട്ട് പിന്നെ ഇൻസ്പെക്ട് ചെയ്തിട്ട് സാമ്പിൾ കളക്ട് ചെയ്യുക. അതിനുശേഷം ആ സാമ്പിള് ഫുഡ് അനലിസ്റ്റിന് വേണ്ടിയിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ലാബ് അനാലിസിസ് ആണ്. ഫുഡ് അനലിസ്റ്റ് അത് അനാലൈസ് ചെയ്യും, സാമ്പിൾ ടെസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് അത് ആ ഒരു വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുക. സെൻഡ് ദ റിപ്പോർട്ട് ടു ദി, ആൻഡ് അതിൻ്റെ ഒരു കോപ്പി ഡെസിഗ്നേറ്റഡ് ഓഫീസർമാർക്ക് 14 ദിവസത്തിനുള്ളിൽ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഡിലേ ചെയ്യാൻ പാടില്ല. അതുകൂടാതെ റിപ്പോർട്ട് റിവ്യൂ ആൻഡ് ഡിസിഷൻ, അതിനുശേഷം റിപ്പോർട്ട് റിവ്യൂ ചെയ്തതിനു ശേഷം ഡെസിഗ്നേറ്റഡ് ഓഫീസർ ആ ഒരു റിപ്പോർട്ട് റിവ്യൂ ചെയ്തു. അപ്പോൾ അതിനുശേഷം ആ ഒരു വയലേഷൻസ് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഫൈൻ അല്ലെങ്കിൽ ഇംപ്രിസൺമെന്റ് പ്രൊവൈഡ് ചെയ്യുക. ഇപ്പം അത് കാരണം ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അത് കാരണം സിവിയർ ഇഞ്ചുറി നടന്നിട്ടുണ്ടെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് ഫൈൻസ് ഉണ്ട്. അത് കൃത്യമായിട്ട് ഇംപൈൽ ചെയ്യുക, അല്ലെങ്കിൽ ഇംപ്രിസൺമെന്റ് അതിന് കണക്കായിട്ടുള്ള ആക്ഷൻസ് എടുക്കുക. ഇംപ്രിസൺമെന്റ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ 14 ദിവസത്തിനുള്ളിൽ the imprisonment involved if they must send to the recommendation within 14 days. അവർ 14 ദിവസത്തിനുള്ളിൽ അവർക്കെതിരെ ആക്ഷൻസ് എടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം അവർക്ക് എന്തെങ്കിലും അതിനെതിരെ ഇൻഫോം ചെയ്യാനെന്നുണ്ടെങ്കിൽ ഇപ്പം ആ ഒരു ആക്ഷൻസ് അല്ലെങ്കിൽ അവർക്കെതിരെ ഒരു ഫൈൻ ഈടാക്കി അല്ലെങ്കിൽ അവർക്ക് ഇംപ്രിസൺമെന്റിന് വേണ്ടിയിട്ടുള്ള ആ ഒരു നോട്ടീസ് വന്നിട്ടുണ്ടെങ്കിൽ 14 ഡേയ്സിനുള്ളിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റിനെ അറിയിക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നതാണ്. സോ കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി റിവ്യൂ ദ കേസ് ആൻഡ് ഡിസൈഡ് ബേസ്ഡ് ഓൺ ദ സീരിയസ്നെസ് ഓഫ് ദ ഒഫൻസ് വെദർ ഇറ്റ് ഷുഡ് ഗോ ടു. അപ്പോൾ കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആക്ഷൻസ് ഇമ്മീഡിയറ്റ്ലി തന്നെ എടുക്കേണ്ടത്, അതായത് എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു ഇഷ്യൂവിന്റെ സീരിയസ്നെസ് അനുസരിച്ചിട്ട് ചിലപ്പോൾ ഇളവ് ഈടാക്കുന്നതാണ്, അല്ലെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊസീഡിങ്സ് ചെയ്യും. സോ ഓർഡിനറി കോർട്ടിൽ ഇഫ് പണിഷബിൾ അപ് ടു 3 years, പിന്നെ 3 വർഷത്തിന് കൂടുതൽ പണിഷബിൾ ആയിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ it should be reviewed from the special court. If no special court exists, it's directly go to the ordinary court. പിന്നെ launching the prosecution, അതിൽ the commission communicate the decision to designated officer and the food safety officer. അപ്പോൾ ഈ പ്രോസിക്യൂഷന് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻ കമ്മീഷണർ ഒന്നുകിൽ ഡെസിഗ്നേറ്റഡ് ഓഫീസർ അല്ലെങ്കിൽ ഫുഡ് സേഫ്റ്റി ഓഫീസർമാർക്ക് അറിയിക്കും. അതിനുശേഷം ഈ ഫുഡ് സേഫ്റ്റി ഓഫീസർമാര് അതിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആ കേസ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കോർട്ടിൽ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. അതിനുശേഷം ഇഫ് ദ ഫുഡ് സാമ്പിൾ വാസ് ടേക്കൻ ഫ്രം പർച്ചേസർ under section 40, they should also be informed about the
ആക്ഷൻ ടേക്കണം. അതായത് ഇപ്പോൾ ഒരു കൺസ്യൂമർക്ക് ഈ ഒരു ഇഷ്യൂ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ആക്ഷൻസ് എടുത്തു എന്നുള്ള രീതിയിൽ ആ കൺസ്യൂമേഴ്സിനെ സെക്ഷൻ 40 പ്രകാരം അറിയിക്കേണ്ടതായിട്ടും ഉണ്ട്. പിന്നെ ജനറൽ പ്രിൻസിപ്പിൾ ഫോർ ഫുഡ് സേഫ്റ്റി ഓഫീസർ, അതിൽ മെയിനായിട്ട് വരുന്നത് FSO ആസ് എ ഗൈഡ് ആൻഡ് കൗൺസിൽ, അല്ലെങ്കിൽ FSO എന്ന് പറയുന്നത് ഈ ആക്ഷൻസ് എടുക്കാനുള്ള ആൾക്കാർ മാത്രമല്ല, ബിസിനസ് ഓപ്പറേറ്റർമാരെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാനും അവർക്ക് വേണ്ടിയിട്ടുള്ള ഡിസൈറബിൾ ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ളതും, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു റൂൾസ് വയലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദേ ക്യാൻ ഇഷ്യൂ, അവർക്ക് ഒരു വാർണിംഗ് കൊടുക്കുക. അതിനുശേഷം അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഏത് റെഗുലേഷൻസ് ആണ് നമ്മൾ എടുക്കുക, അല്ലെങ്കിൽ ഏതൊക്കെ റെഗുലേഷൻസ് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്, ആ റെഗുലേഷൻസ് അവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതാണെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് അറൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർമാർക്ക് കൃത്യമായിട്ടുള്ള ഒരു അഡ്വൈസ് കൊടുക്കുക എന്നുള്ളത്. പിന്നെ അത് എസ്പെഷ്യലി സ്മോൾ അല്ലെങ്കിൽ സ്മോൾ സ്കെയിൽ പ്രൊഡ്യൂസേഴ്സ്, അതുപോലെ തന്നെ പെറ്റി ഫുഡ് വെൻഡേഴ്സ്, അതുപോലെ തന്നെ സ്മോൾ സ്കെയിൽ മാനുഫാക്ചേഴ്സിനാണ് അത് കൊടുക്കുക. അതിനുശേഷം സ്റ്റേ അപ്ഡേറ്റഡ് വിത്ത് റെഗുലേഷൻ. FSO മസ്റ്റ് കീപ് ട്രാക്ക് ഓഫ് ന്യൂ റൂൾസ്, അല്ലെങ്കിൽ പുതിയതായിട്ട് വരുന്ന റൂൾസ് ആൻഡ് റെഗുലേഷനെ പറ്റിയിട്ട് ഫുഡ് സേഫ്റ്റി ഓഫീസർമാർക്ക് കൃത്യമായിട്ടുള്ള ധാരണ വേണം. അതുപോലെ തന്നെ സയന്റിഫിക് ആൻഡ് ടെക്നിക്കൽ ഡെവലപ്മെന്റ് റിലേറ്റഡ് ടു ഫുഡ് സേഫ്റ്റിനെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള ഐഡിയ വേണം. അതുപോലെ തന്നെ ഈ ഫുഡ് സേഫ്റ്റി ഓഫീസർമാർക്ക് BIS ആക്ടും ലീഗൽ മെട്രോളജി ആക്ട്, അതുപോലെ തന്നെ എൻവയോൺമെന്റൽ റൂൾസ് ആൻഡ് റെഗുലേഷൻ, അതുപോലെ തന്നെ മുനിസിപ്പൽ വാട്ടർ സീവേജ് റൂൾസിനെ പറ്റി കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഫുഡ് സേഫ്റ്റി ഓഫീസർമാർക്ക് ക്യാൻ റിക്വസ്റ്റ് ട്രെയിനിങ് ആൻഡ് ക്ലാരിഫിക്കേഷൻ, അല്ലെങ്കിൽ FSOമാരെ കൊണ്ട് ട്രെയിനിങ്ങും അതുപോലെ തന്നെ ക്ലാരിഫിക്കേഷനും ഒക്കെ ചെയ്യിപ്പിക്കാൻ പറ്റുന്നതാണ് ഡെസിഗ്നേറ്റഡ് ഓഫീസർമാർക്ക്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ആ ഒരു ഏരിയയിലത്തെ ആൾക്കാർക്ക്, പിന്നെ ട്രൈബൽ ഏരിയ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഫുഡ് സേഫ്റ്റിനെ പറ്റി കൃത്യമായിട്ടുള്ള ധാരണ ഇല്ലെങ്കിൽ, അവിടെ ഏതെങ്കിലും പ്രോസസിങ് യൂണിറ്റിൽ അതിനെ പറ്റി കൃത്യമായിട്ടുള്ള ധാരണ ഇല്ലെങ്കിൽ അതിന് ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടുള്ള ഒരു ട്രെയിനിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് FSOമാരുടെ ഒരു മെയിൻ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ജനറൽ പ്രിൻസിപ്പിൾ ഫോർ ഫുഡ് സേഫ്റ്റി ഓഫീസർ. അതിൽ നെക്സ്റ്റ് വരുന്നത് നോളജ് ഓഫ് ഫുഡ് സയൻസ്. ആ ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസർമാർക്ക് ആ ഒരു ഫുഡ് സയൻസിനെ പറ്റിയിട്ടും അതിനെ കൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നതിനെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഫുഡ് പ്രോസസ്സിംഗ് ടുഡേ ഈസ് കോംപ്ലക്സ് ആൻഡ് ടെക്നിക്കൽ. അതിൽ മെയിനായിട്ട് മൈക്രോബിയൽ, കെമിക്കൽ ആൻഡ് സെൻസറി ഇൻഫോർമേഷനെ പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള നോളജ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അതിലെന്തെങ്കിലും ഒരു പ്രോബ്ലം ഇഷ്യൂ ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ അതിന് അഗേൻസ്റ്റ് ആക്ഷൻ എടുക്കാനും. അണ്ടർസ്റ്റാൻഡിങ് ദീസ് ഹെൽപ്സ് FSO ടു ബെറ്റർ എൻഫോഴ്സ്മെന്റ് ഓഫ് ഫുഡ് സേഫ്റ്റി ലോസ്. ആൻഡ് ഈ ഒരു കാര്യങ്ങളെ പറ്റി കൃത്യമായിട്ടുള്ള അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ FSOമാർക്ക് അതൊക്കെ അഗേൻസ്റ്റ് ആയിട്ട് ഒരു കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും എൻഷുർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത്. അതുകൂടാതെ അണ്ടർസ്റ്റാൻഡിങ് ദ ഹൈജീൻസ് ആൻഡ് സാനിറ്റേഷൻ. FSO മസ്റ്റ് നോ അബൌട്ട് ദ ഹൈജീനെ പറ്റിയിട്ടും സാനിറ്റേഷനെ പറ്റിയും കൃത്യമായിട്ടുള്ള ഐഡിയ വേണം. അതുപോലെ തന്നെ ക്ലീനിങ് ആൻഡ് സാനിറ്റേഷൻ ഓഫ് കെമിക്കൽസ്, ഏതൊക്കെ കെമിക്കൽസ് യൂസ് ചെയ്യാം, അതിൻ്റെയൊക്കെ PPM എത്രയാണെന്നുള്ള കാര്യങ്ങളെ പറ്റി കൃത്യമായ ഐഡിയ വേണം. അതുപോലെ തന്നെ നോളജ് അബൌട്ട് ഹാസിപ്പ്, അതുപോലെ തന്നെ ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ്, അതുപോലെ തന്നെ ഫുഡ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റത്തിനെ പറ്റിയൊക്കെ ഉള്ള കൃത്യമായിട്ടുള്ള നോളജ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ റിസ്ക് അനാലിസിസ് റിസൾട്ട്. ഫുഡ് സേഫ്റ്റി ഓഫീസർ ഷുഡ് ബി കേപ്പബിൾ ഓഫ് ഡൂയിങ് റിസ്ക് അസസ്മെന്റ്. They should be capable of keeping inspection. They should identify high risk area in food business. അതൊക്കെ ഐഡന്റിഫൈ ചെയ്തിട്ട് അവർക്ക് അഗേൻസ്റ്റ് ആയിട്ട് ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് ഫുഡ് സേഫ്റ്റി ഓഫീസർമാരുടെ മെയിൻ റോൾ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ടെസ്റ്റിംഗ് ആൻഡ് സാമ്പിളിംഗ് നോളജ്. അത് ഒരു സാമ്പിൾ എങ്ങനെ കളക്ട് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ അത് എന്ത് ടെസ്റ്റാണ് ചെയ്യേണ്ടത്, അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനെ പറ്റിയിട്ടും പിന്നെ
ഫുഡ് സേഫ്റ്റി ഓഫീസർമാർക്ക് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ആൻഡ് പ്രൊഫഷണലിസം. അതിൽ ഫുഡ് സേഫ്റ്റി ഓഫീസർ ഷുഡ് ഹാവ് സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ടു ഫസ്റ്റ് വൺ എക്സ്പ്ലെയിൻ ടെക്നിക്കൽ ആൻഡ് ലീഗൽ points clarity. Second one, provide a guidelines in professional and confident manner. അത് ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർമാർക്ക് ഇതിനനുസരിച്ചിട്ടുള്ള ഗൈഡ്ലൈൻസ് സിസ്റ്റമാറ്റിക് ആയിട്ട് അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള മാനേഴ്സിൽ കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ നെക്സ്റ്റ് നമ്മൾ ഇത്രയാണ് മെയിനായിട്ട് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഫുഡ് സേഫ്റ്റി ഓഫീസർമാർ പറയുന്നത്. പിന്നെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് MCQs ആണ്. അതിൽ ഫസ്റ്റ് MCQ ആണ് ഹു അപ്പോയിന്റ് ദ ഫുഡ് സേഫ്റ്റി ഓഫീസർ അക്കോർഡിംഗ് ടു ദി FSA ആക്ട്. FSA ആക്ട് പ്രകാരം ആരാണ് ഫുഡ് സേഫ്റ്റി ഓഫീസർമാരെ അപ്പോയിന്റ് ചെയ്യുന്നത്? അപ്പൊ അതിന്റെ ആൻസർ നമുക്ക് എല്ലാവർക്കും അറിയാം. ദ സെൻട്രൽ CEO അല്ലെങ്കിൽ CEO ഓഫ് FSA അല്ലെങ്കിൽ കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി ആണ്. അത് മെയിനായിട്ട് CEO ഓഫ് FSA സെൻട്രൽ ഫുഡ് സേഫ്റ്റി ഓഫീസർമാർ, കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി സ്റ്റേറ്റ് കമ്മീഷണർ സ്റ്റേറ്റ് FSOമാരെയാണ് നിയമിക്കുന്നത്. സെക്കൻഡ് വൺ, വാട്ട് ഈസ് one of the primary role of food safety officer in relation to food business operator. Food business operator ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് പിന്നെ റോൾ എന്താണ്? അതിൽ ഫസ്റ്റ് ഓപ്ഷൻ വന്നത് ടു ആക്ട് സോൾലി ആസ് എ എൻഫോഴ്സർ ഓഫ് പെനാൽറ്റീസ്, ടു സെർവ് ആസ് എ കൗൺസിലർ ആൻഡ് ഗൈഡ് ടു എൻഷുർ കംപ്ലൈൻസ്, ടു മാനേജ് ഫുഡ് പ്രൊഡക്ഷൻ ഡയറക്ട്ലി, ടു ഇഷ്യൂ license to food business operator. അപ്പോൾ ഇതിൽ ആൻസർ വരുന്നത് ടു സെർവ് ആസ് എ കൗൺസിലർ ആസ് എ ഗൈഡ് ടു എൻഷുർ കംപ്ലൈൻസ് ആണ്. അതിൽ ടു ആക്ട് സോളിലി ആസ് എ എൻഫോഴ്സർ എന്ന് പറയാൻ പറ്റില്ല. കാരണം പിന്നെ ഫുഡ് സേഫ്റ്റി ഓഫീസർമാർക്ക് ഡയറക്ട്ലി പെട്ടെന്നൊന്നൊരു ആക്ഷൻ എടുക്കാൻ പറ്റില്ല. അതിന് കൃത്യമായിട്ടുള്ള റീസൺസും ഒക്കെ വേണം. അപ്പം അതൊക്കെ എന്നിട്ട് ഡെസിഗ്നേറ്റഡ് ഓഫീസർമാരുടെ സഹായപ്രകാരം അല്ലെങ്കിൽ അവരുടെ ഗൈഡ് ലൈൻസ് പ്രകാരം മാത്രമേ ആക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയാണ് അതിൽ മെയിനായിട്ട്. അതായത് ആൻസർ ചെയ്യുന്നത് ടു സെർവ് ആസ് എ കൗൺസിലർ ആൻഡ് ഗൈഡ് ടു എൻഷുർ ദ കംപ്ലൈൻസ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് വാട്ട് ഷുഡ് എൻ FSO ഡു ഇഫ് ദേ സസ്പെക്ട് എ വെഹിക്കിൾ കണ്ടെയ്ൻ അൺസേഫ് ഫുഡ് intended for human consumption. അതായത് ഹ്യൂമൻ കൺസംഷന് അൺഡിസൈറബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫുഡ് പിന്നെ കാണുവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് ക്യാരി ചെയ്യുന്ന വെഹിക്കിൾസ് ഐഡന്റിഫൈ ചെയ്യാന്നുണ്ടെങ്കിൽ എന്ത് ആക്ഷൻസ് എടുക്കാന്നുള്ളത്. അപ്പോൾ സീസ് ദ വെഹിക്കിൾ ഇമ്മീഡിയറ്റ്ലി, സ്റ്റോപ്പ് ആൻഡ് ഇൻസ്പെക്ട് ദ വെഹിക്കിൾ വിത്തൗട്ട് സീസിങ് ഇറ്റ്, ഇഷ്യൂ എ ഫൈൻ ടു ദ ഡ്രൈവർ, റിപ്പോർട്ട് ടു ദി പോലീസ്. അതിന് അവർക്ക് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ എന്ന് പറയുന്നത് സ്റ്റോപ്പ് ആൻഡ് ഇൻസ്പെക്ട് ദ വെഹിക്കിൾ വിത്തൗട്ട് സീസിങ് ഇറ്റ് ആണ്. പിന്നെ അണ്ടർ വാട്ട് കണ്ടീഷൻ ക്യാൻ ആൻ FSO സീസ് ദ ഫുഡ് ഐറ്റംസ്? ഇഫ് ഇറ്റ് ഇസ് അപ്പിയർ ടു ബി വയലേറ്റ് ദി FSI Act or rules, if the FSO refuse to pay the fine, if the FBO refuse to pay the fine, if the food is overpriced, if the food safety officer dislike the food quality. അപ്പോൾ ഏത് കണ്ടീഷനാണ് ഒരു പ്രൊഡക്റ്റ് സീസ് ചെയ്യാൻ പറ്റുക? അപ്പോൾ അതിൽ FSI ആക്ട് പ്രകാരം അല്ലെങ്കിൽ FSI റൂൾസ് പ്രകാരമുള്ള എല്ലാ ഗൈഡ് ലൈൻസും വയലേറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗൈഡ് ലൈൻസ് അവർ വയലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു പ്രൊഡക്റ്റ് സീസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് കണ്ടിട്ട് രസമില്ല എന്ന് വെച്ചിട്ട് ഒരു പ്രൊഡക്റ്റ് സീസ് ചെയ്യാനുള്ള അധികാരം ഫുഡ് സേഫ്റ്റി ഓഫീസർമാർക്ക് ഇല്ല. അപ്പോൾ കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. വാട്ട് മസ്റ്റ് ബി എൻ FSO ഡു ആഫ്റ്റർ സീസിങ് ദ ഫുഡ് ഐറ്റംസ്? അപ്പോൾ ഒരു ഫുഡ് ഐറ്റം സീസ് ചെയ്തതിന് ശേഷം FSOമാർക്ക് എന്താണ് ചെയ്യുക എന്നുള്ളത്. സോ ഡിസ്ട്രോയ് ഇറ്റ് ഇമ്മീഡിയറ്റ്ലി, inform the designated officer in writing, sell it to recover cost and store it immediately. അപ്പോൾ ഒരു FSOമാരെ ഒരു പ്രൊഡക്റ്റ് സീസ് ചെയ്യാറുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഡെസിഗ്നേറ്റഡ് ഓഫീസർമാരെ അത് ഇൻഫോം ചെയ്യാന്നുള്ളതാണ് അവരുടെ ഒരു പ്രൈമറി റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡെസിഗ്നേറ്റഡ്
ഓഫീസറെ ഇൻഫോം ചെയ്തിട്ട് ഡെസിഗ്നേറ്റഡ് ഓഫീസർ അതിന് വേണ്ട ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ സീസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൂടാതെ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഫുഡ് സേഫ്റ്റി സർവൈലൻസ് ആസ് ഔട്ട്ലൈൻഡ് ഇൻ ദി ഡോക്യുമെന്റ്. അപ്പോൾ ടു penalize the food business operator, to check the food safety risk and reduce them, to train the consumer, to certify the laboratory. അപ്പോൾ അതിൻ്റെ മെയിൻ സർവൈലൻസിൻ്റെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത് ടു ചെക്ക് ഫോർ ഫുഡ് സേഫ്റ്റി റിസ്ക് ആൻഡ് റെഡ്യൂസ് ദം. അതൊരു ഏരിയയിൽ എന്തെങ്കിലും ഫുഡ് സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടെ ഒരു ഫുഡ് പെർമിസസ് പ്രോപ്പർലി ക്ലീൻ ആൻഡ് നീറ്റായിട്ട് ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ ഐഡന്റിഫൈ ചെയ്യാനും അപ്പോൾ അതിനെ കുറക്കാന്നുള്ളതുമാണ് അവരുടെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത്. ഇഫ് എ ലാബ് അനാലിസിസ് റിപ്പോർട്ട് ഇൻഡിക്കേറ്റ് എ വയലേഷൻ ഓഫ് പനിഷബിൾ ബൈ ഇംപ്രിസൺമെന്റ് ഓർ മസ്റ്റ് ബി who must designated officer inform within 14 days. അപ്പോൾ ഈ 14 ദിവസത്തിനുള്ളിൽ ഈ ഡെസിഗ്നേറ്റഡ് ഓഫീസർ ആരെയാണ് ഇൻഫോം ചെയ്യേണ്ടതായിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു വലിയൊരു വയലേഷൻ അല്ലെങ്കിൽ ഇംപ്രിസൺമെന്റിന് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂസ് അവിടെ റൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡെസിഗ്നേറ്റഡ് ഓഫീസർ ആരെയാണ് ഇൻഫോം ചെയ്യേണ്ടത്. അപ്പോൾ ഡെസിഗ്നേറ്റഡ് ഓഫീസർ ഡയറക്ട്ലി കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി ഓഫീസറിനെ ഇൻഫോം ചെയ്തിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഡിസൈറബിൾ ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കുകയാണ് ചെയ്യുക. പിന്നെ വാട്ട്സ് ദ മാക്സിമം ഫൈൻ എൻ FSO ക്യാൻ ഫേസ് ഫോർ റോങ്ലി സീസിങ് ഫുഡ് ഐറ്റം വിത്തൗട്ട് വാലിഡ് റീസൺ. ഒരു കൃത്യമായിട്ടുള്ള റീസൺ ഇല്ലാണ്ട് FSOമാർ ഒരു പ്രൊഡക്റ്റ് സീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്കെതിരെ എത്ര ഫൈൻ ഈടാക്കാൻ പറ്റും? അവർക്കെതിരെ 1,00,000 രൂപ വരെ ഫൈൻ ഈടാക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. നെക്സ്റ്റ് വന്ന് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഡ്യൂട്ടി ഓഫ് ഫുഡ് സേഫ്റ്റി ഓഫീസർ. ഇതിൽ ഫുഡ് സേഫ്റ്റി ഓഫീസറുടെ ഡ്യൂട്ടി അല്ലാത്തത് എന്താണ്? അതിൽ വരുന്നത് മെയിൻറ്റെയിനിങ് എ ഡാറ്റാബേസ് ഓഫ് ഫുഡ് ബിസിനസ്, ഇഷ്യൂയിങ് ഇംപ്രൂവ്മെന്റ് നോട്ടീസ് ഡയറക്ട്ലി ടു ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ, സാമ്പിളിംഗ് ഫോർ എൻഫോഴ്സ്മെന്റ് ആൻഡ് സർവൈലൻസ്, ട്രാക്കിംഗ് കേസസ് ഓഫ് ഫുഡ് പോയ്സണിങ്. അപ്പോൾ ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഇഷ്യൂയിങ് ഇംപ്രൂവ്മെന്റ് നോട്ടീസ് ഡയറക്ട്ലി ടു FBO. അത് ഡയറക്ട്ലി ഇംപ്രൂവ്മെന്റ് നോട്ടീസ് കൊടുക്കാനുള്ള അധികാരം FSO മാർക്കില്ല. FSO ഡെസിഗ്നേറ്റഡ് ഓഫീസർമാരുടെ റെക്കമെൻഡേഷൻ പ്രകാരം മാത്രമേ ഇംപ്രൂവ്മെന്റ് നോട്ടീസ് കൊടുക്കുള്ളൂ. സോ FSO റെക്കമെൻഡ്സ് ഇഷ്യൂവൻസ്, ബട്ട് ഡെസിഗ്നേറ്റഡ് ഓഫീസർ ഹാവ് ദി right അല്ലെങ്കിൽ provision to give the improvement notice. Next one, under section 39 of FS Act, what is the penalty range for a person making a proven false complaint against FSO? അല്ലെങ്കിൽ ഫുഡ് സേഫ്റ്റി ഓഫീസറിന് അഗേൻസ്റ്റ് ആയിട്ട് ആരെങ്കിലും ഒരു പ്രൂവൺ ആയിട്ടുള്ള ഫോൾസ് കംപ്ലൈന്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കംപ്ലൈന്റ് റേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്കെതിരെ ഉള്ള എത്ര പെനാൾട്ടി എത്രയാണെന്നുള്ളതാണ്. അപ്പോൾ അവർക്കെതിരെ 9,000 തൊട്ട് 1,00,000 രൂപ വരെ പെനാൾട്ടി ഈടാക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇഫ് എ FSO സസ്പെക്ട് ആൻഡ് അഡൾട്ടറന്റ് ഈസ് ബീയിങ് യൂസ്ഡ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ, വാട്ട് സ്പെസിഫിക് ആക്ഷൻ ക്യാൻ ദേ ടേക്ക് അണ്ടർ ദെയർ പവേഴ്സ്? അല്ലെങ്കിൽ FSO എന്തെങ്കിലും ഒരു അഡൾട്ടറന്റ് ഐഡന്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻഫർമേഷൻ അവർക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്ത് അവരുടെ പവർ പ്രകാരം എന്ത് ആക്ഷൻസ് എടുക്കാൻ പറ്റും? അപ്പോൾ ഫസ്റ്റ് ഇഷ്യൂ ആൻഡ് ഇംപ്രൂവ്മെന്റ് നോട്ടീസ്, ഡയറക്ട്ലി ഇംപ്രൂവ്മെന്റ് നോട്ടീസ് കൊടുക്കാൻ പറ്റില്ല. സെർച്ച് ആൻഡ് സീസ് ദ അഡൾട്ടറന്റ് ഇഫ് ദർ റീസണബിൾ ഡൗട്ട് ഓഫ് എൻ ഒഫൻസ്. അല്ലെങ്കിൽ ഇപ്പം ഇൻ കേസ് അവിടെ പിന്നെ FSOമാർക്ക് ഒരു ഡൗട്ട് തോന്നുകയാണെങ്കിൽ അവിടെ പിന്നെ അഡൾട്ടറന്റ് ഉണ്ടെന്നുണ്ട്. അപ്പോൾ ആ അഡൾട്ടറന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്ട്ലി അത് പോയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ സീസ് ചെയ്യാനുള്ള അധികാരം FSOമാർക്കുണ്ട് വിത്ത് ദ ഗൈഡ് ലൈൻസ് ഓഫ് ഡെസിഗ്നേറ്റഡ് ഓഫീസർ. അതുപോലെ തന്നെ ഫയലേഴ്സ് കേസ് ഡയറക്ട്ലി ഇൻ കോസ്റ്റ്, ഡയറക്ട്ലി അവർക്കെതിരെ കേസ് ഫയൽ ചെയ്യാനൊന്നും പറ്റില്ല. റിക്വസ്റ്റ് ദ ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ ടു ഡിസ്ട്രോയ് ഇറ്റ് വോളണ്ടറിലി. അപ്പൊ അത് ഡയറക്ട്ലി അല്ലെങ്കിൽ വോളണ്ടറിലി ആ ഒരു പ്രൊഡക്റ്റ് ഡിസ്കാർഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ അതും
ഫുഡ് സേഫ്റ്റി ഓഫീസർമാർക്കില്ല. അപ്പോൾ അവർക്ക് ആകെയുള്ള ഒരു പ്രൊവിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെർച്ച് ആൻഡ് സീസ് ദ അഡൾട്ടറന്റ് ഇഫ് ദർ ഈസ് റീസണബിളി ഡൗട്ട് ഓഫ് എൻ ഒഫൻസ്. അതായത് കൃത്യമായിട്ടുള്ളൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ, ഒരു കൃത്യമായിട്ടുള്ള ഒരു എവിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കെതിരെ പിന്നെ ആ ഒരു അഡൾട്ടറന്റ് സീസ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ ഫുഡ് recall procedure under section 28 of FSA Act, what is the first step a food business operator must taken upon discovering food unsafe? Food unsafe ആണെന്ന് ഡിസ്കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു റീകോൾ പ്രൊസീജിയേഴ്സിന്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ്? അതിൽ ഫസ്റ്റ് വരുന്നത് റീകോൾ ദ ഫുഡ് ഫ്രം ദ മാർക്കറ്റ് ഇമ്മീഡിയറ്റ്ലി. അതാണ്. അപ്പൊ അങ്ങനെ ഒരു ഇഷ്യൂസ് ഐഡന്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും പ്രശ്നം ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ആ ഒരു എൻറ്റയർ ബാച്ച് നമുക്ക് റീകോൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഡയറക്ട്ലി നമ്മൾ മാർക്കറ്റിൽ നിന്ന് ആ ഒരു പ്രൊഡക്റ്റ് റീകോൾ ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു അല്ലെങ്കിൽ റീകോൾ പ്രൊസീജിയേഴ്സിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ താങ്ക് യു.